നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ EC2 അതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു ഒരു EC2 ഇൻസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് സ്പിന്നപ്പ് ചെയ്തു അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് SSH ചെയ്ത് കയറിയിട്ടൊന്നുമില്ല. അത് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആ ഒരു സെഷനിൽ തന്നെ EC2 ഇൻസ്റ്റൻസ് ടൈപ്പിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. T2 മൈക്രോ, T2 മീഡിയം, T2 സ്മോള് അല്ലേ, T3 അതുപോലെ C5 അങ്ങനെ ഒരുപാട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാ മെഷീനും അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന എല്ലാ ടൈപ്പും T2 മീഡിയം എന്നുണ്ടെങ്കിലും ഒരു C5 ഫാമിലി, M5 ഫാമിലി, ഇതെല്ലാതും നമ്മൾ എന്താ ചെയ്യുക, എല്ലാതും ഒരേ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, AWS കാറ്റഗറൈസ് ആയി തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ അപ്ലിക്കേഷൻ, ഇപ്പം നമ്മളൊരു മെഷീൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു സെർവർ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മളുടെ ഒരു അപ്ലിക്കേഷൻ അതിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡാറ്റാസ് മേ ബി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ്, അല്ല അതിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ, വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണം അല്ല, ഇത്തരം പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും ബിഹേവിയറും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, ഇ-കൊമേഴ്സ് പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും, നമ്മുടെ ബാങ്ക് സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസും ഒക്കെ എന്താണ്, ഡിഫറെൻറ്റ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്-എൻഡിൽ എഴുതുന്ന ബിസിനസ് ലോജിക്ക് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ബാക്ക്-എൻഡിൽ നമ്മൾ കോഡിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കോഡിൽ എഴുതുന്ന എന്താ പറയുക, അതിൻ്റെ ബിസിനസ് ലോജിക്ക് എന്നൊക്കെ നമ്മൾ പറയും. ആ ബിസിനസ് ലോജിക്ക് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ വർക്ക് ഫ്ലോ, ഫങ്ഷനാലിറ്റി. ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ എന്താ പറയുക, ഒരു ഗെയിമിനനുസരിച്ചും എന്തായിരിക്കും ഗ്രാഫിക്സ് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനും ഒരു ബാങ്കിങ് സൈഡിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനും എൻ്റയർലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണല്ലേ ചെയ്യുന്നത്. ഒരു ബാങ്കിങ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അപ്പോൾ നമ്മൾ ഒത്തിരി ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടായിരിക്കും. ഇത്തരം ഡാറ്റകൾ ബാക്ക്-എൻഡിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ആകണം. നമ്മളുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ അക്കൗണ്ടിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസ്, അങ്ങനെ അത് വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ ഫുള്ള് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ ഡാറ്റാബേസിൽ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കാറ്റലോഗ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഓരോ പ്രൊഡക്റ്റിനും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഒരു യൂസർ കയറുമ്പോൾ ആ യൂസറിന് എന്താ പറയുക, എക്സിറ്റ് അടിക്കുന്ന ഒരു ഫണലൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, കാർട്ടിലോട്ട് ആഡ് ചെയ്യും അല്ലേ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാനുള്ള അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിനുള്ള സ്റ്റെപ്പുകളൊക്കെ എടുക്കും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്ക് എന്താ പറയുക, ഒരു യൂസർ അവിടെ അല്ലാണ്ട് ഒരു ക്ലയൻറ്റ് അവിടെ എക്സിറ്റ് അടിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതും എൻ്റയർലി ഡിഫറെൻറ്റാണ്. ആപ്ലിക്കേഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾക്ക് എന്താ പറയുക, എക്സാമ്പിൾസ് പറയാൻ. അതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു വെബ്സൈറ്റാണ് അല്ലേ, ഞാനിപ്പോൾ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ്, അല്ലാണ്ട് എൻ്റെ ഒരു ചെറിയൊരു വെബ്സൈറ്റ്, അതായത് കൂടുതൽ രീതിയിലുള്ള യൂസേഴ്സിൻ്റെ ട്രാഫിക്കൊന്നും വരാനൊന്നുമില്ല, ആരും അത്ര കൂടുതൽ ഒരു ഹൈ ട്രാഫിക്കൊന്നും ഒരിക്കലും വരാത്ത എൻ്റെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ, അല്ലാണ്ട് ചെറിയൊരു വെബ്സൈറ്റ്, ഒരു HTML CSS ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റാറ്റിക് പേജോ ലാൻഡിങ് പേജോ എന്തോ ആവട്ടെ. അപ്പോൾ ഈ ലാൻഡിങ് പേജ് ഇത്തരത്തിലുള്ള ചെറിയ സ്മോൾ ട്രാഫിക്കൊക്കെ വരുന്ന സംഭവങ്ങൾ നമ്മൾക്ക് ഒരിക്കലും ഒരു ഹൈ ലെവലുള്ള സെർവറിലോ അല്ലാണ്ടെങ്കിൽ EC2 ഇൻസ്റ്റൻസിലോ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ബാങ്കിങ് സൈഡിൽ യൂസ് ചെയ്യുന്ന നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഏറ്റവും ചെറിയ സ്പെസിഫിക്കേഷനുള്ള സെർവറിൽ കൊടുന്ന് ഡിപ്ലോയ് ചെയ്താലും കാര്യങ്ങൾ നടക്കത്തില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ടൈപ്പിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ജനറൽ പർപ്പസ്, കമ്പ്യൂട്ട് പർപ്പസ്, അല്ലാണ്ട് മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, ആ രീതിയിലും കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ബ്രൗസറിൽ നിങ്ങൾ ഈ ഒരു URL വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AWSൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ കിട്ടും. ഓക്കെ, ആമസോൺ EC2 ഇൻസ്റ്റൻസ് ടൈപ്സ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത്, ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതായത് ജനറൽ പർപ്പസ് ഇൻസ്റ്റൻസസ് ഉണ്ട്, കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ഇൻസ്റ്റൻസസ് ഉണ്ട്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്,
HPC ഒപ്റ്റിമൈസ്ഡ്, അതുപോലെ GPU ഉണ്ട്, ഇൻസ്റ്റൻസ് ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് വേറെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ അപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള അപ്ലിക്കേഷനും നമ്മൾ ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എൻ്റെ അടുത്തുള്ളത് എൻ്റെ ഒരു ചെറിയ ഒരു വെബ്സൈറ്റാണ്, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എനിക്കറിയാം നല്ല രീതിയിൽ എന്താ പറയുക, അതിൻ്റെ ബാക്ക് എൻഡിൽ ഡാറ്റാബേസോ അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ലോജിക്കൊന്നും ഞാൻ കോഡിൽ എഴുതിയിട്ടില്ല, വലിയ വർക്ക് ഫ്ലോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലാൻഡിങ് പേജേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒരു വെബ്സൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം, ഡൈനാമിക് അല്ല. അതായത് എവിടെയെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും റീഡയറക്റ്റ് ആയി പോവുക, പേയ്മെൻറ്റ് നടത്തുന്ന പോലത്തെ പേയ്മെൻറ്റ് ഗേറ്റ് വേയോ ഒരുപാട് പ്രൊഡക്റ്റുകളോ അത്തരം രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഹൈ ലെവലിലുള്ള അപ്ലിക്കേഷനേ അല്ല. അപ്പോൾ നമ്മൾക്കറിയാം ഇത്തരം ലാൻഡിങ് പേജുകൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ഒക്കെ ആകുമ്പോൾ ഒരിക്കലും ഡൈനാമിക് അല്ല. അതായത് ബാക്ക് എൻഡിൽ ഡാറ്റാബേസ് എൻഡിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കാനില്ല, എന്തെങ്കിലും പേയ്മെൻറ്റ് പോലത്തെ ഗേറ്റ് വേസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുന്ന, അതായത് നമ്മൾ ഒരുപാട് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ വായിക്കാറില്ലേ, അതൊക്കെ എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പോർട്ട്ഫോളിയോ ജസ്റ്റ് മേ ബി അതിലൊരു ഫോമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മളുടെ എന്താ പറയുക റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ മെഷീൻസ് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ജനറൽ പർപ്പസ്, ഓക്കെ, ഈ ജനറൽ പർപ്പസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം മെഷീൻസുകളൊക്കെ എന്താണ് ജനറൽ പർപ്പസിൽ വരുന്ന, ജനറൽ പർപ്പസ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്ന EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള T2 വരുന്നുണ്ട്, T3 വരുന്നുണ്ട്, ഓക്കെ, T3A വരുന്നുണ്ട്, T3 വരുന്നുണ്ട്, അതുപോലെ M7G, M ഫാമിലിയിൽ വരുന്ന M ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഉണ്ട്, അതുപോലെ M5 വരുന്നുണ്ട്, M4. ഓക്കെ, അപ്പോൾ ഇത്തരം ഇൻസ്റ്റൻസ് ടൈപ്പുകളൊക്കെ ജനറൽ പർപ്പസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ജനറൽ പർപ്പസ്, ആ ഒരു പേര് പോലെ തന്നെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ എടുത്തിരുന്നത്, T2 മൈക്രോ ആയിരുന്നു അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ T2 മീഡിയം, T3 മീഡിയം, അത്തരം സർവ്വകൾ, അതായത് T2 ക്ലാസ്സിൽ വരുന്ന T2 ഫാമിലിയിൽ വരുന്ന മെഷീൻസ് എടുത്തിരുന്നത്. അതെന്താണ് ജനറൽ പർപ്പസ് ആണ്. അപ്പോൾ അത് ഒരു ബാലൻസ്ഡ് മെഷീൻ ആയിരിക്കും. ബാലൻസ്ഡ് മീൻസ് എൻ്റയർ കാര്യങ്ങൾ ബാലൻസ്ഡ്, അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ അല്ലാണ്ട് കമ്പ്യൂട്ടിംഗ് പ്രോസസ്സിങ്, കമ്പ്യൂട്ട്, അതിൻ്റെ മെമ്മറി, അതിൻ്റെ നെറ്റ്വർക്ക്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ഏതായിരുന്നു T2, അതുപോലെ T3, M4, M7G, അതുപോലെ M5, കാര്യം ഒരുപാടുണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം മെഷീൻസ് ഈ കാറ്റഗറിയിൽ വരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഫാമിലിയിൽ വരുന്ന മെഷീൻസ് എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുക, ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പ്രോസസ്സർ ആയാലും മെമ്മറി ആയാലും നെറ്റ്വർക്ക് ആയാലും എന്തായിരിക്കും ഒരു ബാലൻസ്ഡ് രീതിയിലായിരിക്കും പെർഫോമൻസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 100% രീതിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ മേ ബി അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് എന്തായിരിക്കും 33% ആയിരിക്കും, മെമ്മറിയും 33% ആയിരിക്കും, നെറ്റ്വർക്കും 33% ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് എല്ലാതും ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം മെഷീൻസിൽ നമ്മൾ നോർമലി എന്താ ചെയ്യാറ്, അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ലെവലിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ഇതിൻ്റെ ഒരു യൂസ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാങ്കിങ് അപ്ലിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് ഒന്നും ഈ T2-ലൊക്കെ, അതായത് നല്ല രീതിയിലുള്ള ഒരു ആമസോൺ പോലത്തെ അല്ലാതെ ഒരു ഫ്ലിപ്കാർട്ട് പോലത്തെ നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ട്രാൻസാക്ഷനൊക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു അപ്ലിക്കേഷനൊന്നും ഒരിക്കലും നമ്മൾ ഈ ജനറൽ പർപ്പസിലൊന്നും കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യാറോ ഹോസ്റ്റ് ചെയ്യാറോ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ എൻ്റെ അടുത്തൊരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്.
അപ്പോൾ എനിക്ക് എന്ത് വേണം, ഒരു സ്മോൾ ലെവലിലുള്ള ഒരു വെബ് സെർവർ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്തരം വെബ് സെർവറൊക്കെ എനിക്ക് ഈ ജനറൽ പർപ്പസിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ ഹോസ്റ്റ് ചെയ്യാൻ കഴിയും എൻ്റെ ആപ്ലിക്കേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് മതി, നമ്മളുടെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഒക്കെ നല്ല രീതിയിൽ മേ ബി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഷീൻ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ചെറിയ രീതിയിലുള്ള ഡാറ്റ പ്രോസസ്സിങ് ആപ്ലിക്കേഷനൊക്കെ. സ്മോൾ ഡാറ്റ പ്രോസസ്സിങ്, അതായത് ചെറിയ രീതിയിലുള്ള ഡാറ്റ പ്രോസസ്സിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം, അതായത് ഒരു എന്താ പറയുക, ലോ ലെവലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഒരു ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന മെഷീൻസിൽ നമ്മൾക്ക് എന്താ പറയുക ഡിപ്ലോയ് ചെയ്യാനോ യൂസ് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബിഹേവിയർ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ഹൈ ലെവലിൽ എന്തെങ്കിലും ഒരു അസറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം സെർവറുകളിൽ ഹോസ്റ്റ് ചെയ്യാറില്ല. നെക്സ്റ്റ് നമ്മൾക്ക് എന്ത് പറയാം, നമ്മൾക്ക് എന്തെങ്കിലും ജസ്റ്റ് വല്ല ടെസ്റ്റിങ്ങോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് ഫേസ്, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടെസ്റ്റിങ്ങിനും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം മെഷീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മൈക്രോ സർവീസസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ, ചെറിയ ലെവലുള്ള മൈക്രോ സർവീസ് കാറ്റഗറിയിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജനറൽ പർപ്പസിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക, ആ രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡാണ്, അതുപോലെ മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്. അതായത് AWS എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കമ്പ്യൂട്ട് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള സെർവറുകളാണ് ഈ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ C ഫാമിലിയാണ് വരുന്നത്. ഓക്കെ, C7G, അതുപോലെ C6, C5 വരുന്നുണ്ട്, C4 വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം EC2 മെഷീൻസിൻ്റെ അല്ലാണ്ട് ഇൻസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് പോലെ ആയിരിക്കില്ല. ജനറൽ പർപ്പസിൽ നമ്മൾ എന്താ പറഞ്ഞത്, കമ്പ്യൂട്ടിംഗ് ആയാലും മെമ്മറി ആയാലും നെറ്റ്വർക്ക് ആയാലും അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡിലോട്ട് വരുമ്പോൾ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ഓക്കെ, ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ AWS കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ C5 ഉണ്ട്, C6 ഉണ്ട്, അതുപോലെ C7 ഉണ്ട്, വേറെ ഏതായിരുന്നു C4 അല്ലേ. ഇത്തരം മെഷീൻസുകളിൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കില്ല അതിൻ്റെ പെർഫോമൻസ്. ഇവർ AWS ഇത്തരം സെർവറുകളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടായിരിക്കും. കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും, ഓക്കെ, നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഏതൊരു മെഷീൻ നോക്കിയാലും ഇത്തരം കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ നേരത്തെ 33% എന്ന് പറയുക എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇവർ കൂടുതലും കമ്പ്യൂട്ടർ സൈഡിലായിരിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി ഇത്തരം മെഷീൻസിൽ ഇതിൻ്റെ ഈ ഒരു C5, C6 ഒക്കെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ മെഷീൻസിലൊക്കെ അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ എന്തായിരിക്കും, കുറച്ച് ഹൈ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിളാണ്, മേ ബി ഒരു 60 എടുക്കാം. ഓക്കെ, ഒരു 60% ആയിരിക്കും കമ്പ്യൂട്ടിംഗ് പവർ. അതിൻ്റെ മെമ്മറി പവറും കാര്യങ്ങളൊക്കെ ഒരു 20%. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് കമ്പ്യൂട്ടിംഗ്, ഇത്തരം മെഷീൻസിൻ്റെ കമ്പ്യൂട്ട് പ്രോസസ്സിങ്, അതായത് ആ പ്രൊസസ്സർ കാര്യങ്ങളായിരിക്കും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പല രീതിയിലും ട്യൂക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പല എന്താ പറയുക ജനറൽ പർപ്പസിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ ആയിരിക്കത്തില്ല മേ ബി കമ്പ്യൂട്ട് ഒപ്റ്റിമൈസിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടിംഗ് ഏരിയയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ തന്നെ അറിയാം, ബിൽഡ് AWS Graviton 3 processors, അതുപോലെ EBS ഒപ്റ്റിമൈസ്ഡ് ബൈ ഡിഫോൾട്ട്. ഇതിൽ എത്ര CPU ഉണ്ട്, അതുപോലെ മെമ്മറി, ഇൻസ്റ്റൻസിൻ്റെ സ്റ്റോറേജ്, നെറ്റ്വർക്ക്, ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് നോക്കിയാൽ മതി. മോഡറേറ്റ്, ഹൈ 10 GB. ഇവിടെ വരുമ്പോൾ അപ് ടു 10,
15, 20 ഉണ്ടോ, ബാൻഡ് വിഡ്ത്ത് കൂടുന്നുണ്ട്. ബട്ട് ബാൻഡ് വിഡ്ത്തിനേക്കാളും അവർ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടിങ്ങിലാണ് അല്ലേ. അതായത് ഇതിൻ്റെ CPU ആയിരിക്കും. കണ്ടോ 64 CPU വരുന്നുണ്ട്, 16 CPU വരുന്നുണ്ട്, 32, 48, 64 CPU ഉണ്ടോ. നേരെ നമ്മൾ ജനറൽ പർപ്പസിൽ വന്ന് നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ ഉണ്ടാവത്തില്ല. 2, 4, 8, 16, 14, 64. ഓക്കെ, അപ്പോൾ ഇത്തരം മെഷീൻസിൽ എന്തായിരിക്കും? ഇതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ലെവലിലുള്ള അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് ഒക്കെ വേണ്ട അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. മേ ബി ചില അപ്ലിക്കേഷനിൽ നല്ല രീതിയിൽ CPU യൂട്ടിലൈസേഷൻ ഒക്കെ വരുന്ന അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ചില അപ്ലിക്കേഷൻ്റെ ബിഹേവിയർ അനുസരിച്ച് അത് നല്ല രീതിയിൽ മെമ്മറി കൺസ്യൂം ചെയ്യുന്ന അപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവിടെയും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയാലും ആക്സലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് ആയാലും സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് ആയാലും ഇതൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒന്ന് റെഫർ ചെയ്താൽ മതി. അപ്പോൾ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ഇത്തരം സെർവറുകളിൽ ഈ കാണുന്നതൊക്കെ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സെർവറുകളാണ്. അപ്പോൾ AWS നല്ല രീതിയിൽ മെമ്മറി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം സെർവറുകളിൽ എന്തായിരിക്കും? മെമ്മറി ആയിരിക്കും AWS കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ മെമ്മറി എന്താ പറയുക, ഡ്രൈവുകളുടെയും കാര്യങ്ങളുടെ ഒക്കെ ഇൻ ആൻഡ് ഔട്ട് ത്രൂപുട്ടൊക്കെ എന്തായിരിക്കും? നല്ല രീതിയിൽ ഹൈ ആയിരിക്കും. റീഡ് ആൻഡ് റൈറ്റ് ഒക്കെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിരിക്കും, നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെർവറുകൾ വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വേണ്ട സെർവർ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ജസ്റ്റ് ജനറൽ പർപ്പസ് എന്താണ്, കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് എന്താണ്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് എന്താണ്, അതുപോലെ ആക്സലറേറ്റഡ് സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നമ്മൾക്ക് അതിനുള്ള എക്സാമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്തും കൂടി പറയാം. ഇത് ഏത് ലെവലുള്ള അപ്ലിക്കേഷൻസ് എടുക്കാമെന്ന് വെച്ചാൽ application requires high computing power അല്ലേ. ഹൈ കമ്പ്യൂട്ട് ആവശ്യമുള്ള അപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സെർവറുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കാറ്റഗറിയിൽ വരുന്ന അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? റിയൽ ടൈം ഡാറ്റകളൊക്കെ എടുക്കുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. റിയൽ ടൈം അപ്ലിക്കേഷൻസുകളുണ്ട്, അതായത് റിയൽ ടൈമായിട്ട് എന്തെങ്കിലും ഡാറ്റ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം അപ്ലിക്കേഷൻസിന് എന്ത് വേണ്ടി വരും? നല്ല രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ വേണ്ടി വരും. ജസ്റ്റ് എക്സാമ്പിൾ, റിയൽ ടൈം ഡാറ്റ പ്രോസസ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം? മീഡിയ എന്താ പറയുക, ട്രാൻസ്കോഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ട്. മീഡിയ ട്രാൻസ്കോഡിങ് ഒക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അതും എന്താ പറയുക, മേ ബി ഈ ഒരു ഇത്തരം അപ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്യുന്നത് മെമ്മറി ആ ഒരു സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അവരെന്തെടുക്കണം? മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും അവരുടെ അപ്ലിക്കേഷന് കൂടുതൽ എന്തുണ്ടായിരിക്കുക? ഒരു പെർഫോമൻസ് ഹൈ ആക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾക്ക് എന്ത് പറയുക, വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് അപ്ലിക്കേഷൻസ് ഒക്കെ. ഗെയിമിംഗ് അപ്ലിക്കേഷൻസ് മെഷീൻ ലേണിംഗ് ഒക്കെ അല്ലേ, ML മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരം സെർവറുകളൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. C5 കാറ്റഗറിയിൽ വരുന്നതൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലാർജ് ഡാറ്റ സെറ്റ്, ലാർജ് ഡാറ്റ സെറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഇത്തരം സെർവറുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ GPU ഒപ്റ്റിമൈസർ ഉണ്ട്, അതായത് ഗ്രാഫിക്കൽ ലെവലിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള മെഷീൻസ് ഉണ്ട്. GPU ഒപ്റ്റിമൈസർ, ഇതിന് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരം മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു യൂസ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് വീഡിയോ നല്ല രീതിയിൽ ഗ്രാഫിക്സിൽ നല്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലേ. 3D ആയാലും 4D 6D 8Dയിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്.
അതായത് വീഡിയോ എൻകോഡും ട്രാൻസ്കോഡൊക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതായത് വീഡിയോ മേക്കിംഗ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ ബ്ലെൻഡർ, മായ, അങ്ങനെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസൊക്കെ എന്തായിരിക്കും CPU ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സെർവറുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എന്താ വേണ്ടത്, മെഷീൻസിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം മെഷീൻസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ ആപ്ലിക്കേഷന് കിട്ടും. അത്രേ ഉള്ളൂ. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചില മെഷീൻ ലേണിംഗ് മോഡലുകളുടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. മോഡൽ ട്രെയിനിങ് ഒക്കെ, അതായത് എന്താ പറയുക, പൈടോർക്കൊക്കെ കേട്ടിട്ടുണ്ടോ? പൈടോർക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ എന്ത് ചെയ്യാറുണ്ട്, CPU ഒപ്റ്റിമൈസ്ഡ് ലെവലുള്ള സെർവറുകളാണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് എല്ലാം ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, എക്സാമ്പിൾ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ജനറൽ പർപ്പസ് എന്താണ്, കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് എന്താണ്, അതുപോലെ മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്, GPU ഒപ്റ്റിമൈസ്ഡ്. അതായത് നമ്മളുടെ ഇത്രേ ഉള്ളൂ. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾക്ക് വേണ്ട മെഷീൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻസുകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ മുന്നേ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ബാങ്കിങ് സെർവർ ആണെന്നുണ്ടെങ്കിൽ മേ ബി നല്ല രീതിയിലുള്ള കമ്പ്യൂട്ടിങ് വേണ്ടി വരും, നല്ല പ്രൊസസ്സറുകൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ലെവലിലുള്ള സെർവറുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, എനിക്കതല്ലാത്തതും മേ ബി ചൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും, അത് കമ്പ്യൂട്ട് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും, നല്ല കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ബാങ്കിങ് ആപ്ലിക്കേഷൻ എന്തായിരിക്കും, നല്ല രീതിയിൽ പെർഫോമൻസ് എനിക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ഇന്നലെ സ്പിന്നപ്പ് ചെയ്ത നമ്മളുടെ മെഷീൻ ഉണ്ടല്ലേ, EC2 മെഷീൻ, T2 മൈക്രോണ്. അപ്പോൾ നമ്മൾക്കറിയാം ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് SSH ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസിൽ അതിൻ്റെ പബ്ലിക് IP. ഓക്കെ, എൻ്റെ VS കോഡ് എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മെഷീനിലോട്ട് നമ്മൾ SSH ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും അല്ലേ, അതിൻ്റെ നമ്മൾ ജനറേറ്റ് ചെയ്ത കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, ജസ്റ്റ് SSH secret keys.pem ഇതാണ് ആ ഒരു ഫയൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, യൂസർ നെയിം. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ AWSൽ നിന്നും ഒരു ഉബുണ്ടു OS വരുന്ന ഒരു സെർവർ നമ്മൾ സ്പിന്നപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ എന്തായിരിക്കും, ഉബുണ്ടു എന്നുള്ളൊരു യൂസർ തന്നെ ആയിരിക്കും. അത് ബൈ ഡിഫോൾട്ട് നമ്മൾക്ക് AWS തരുന്നതാണ്. ഓക്കെ, @ ആ മെഷീനിൻ്റെ IP അഡ്രസ്സ്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മെഷീൻ്റെ അകത്താണ്. പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ യാതൊരു കാര്യങ്ങളുള്ള empty സെർവറാണ്. ഓക്കെ, ജസ്റ്റ് ഒരു apt അപ്ഡേറ്റ് അടിച്ചേക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒരു Nginx ഇൻസ്റ്റാൾ ചെയ്യണം. sudo system ctl സ്റ്റാറ്റസ് ജസ്റ്റ് ചെക്ക് ചെയ്തോ, Nginx റൺ ആയിട്ടുണ്ട്. ഓക്കെ, Nginx ആക്റ്റീവ് ആണ്, റണ്ണിങ് സ്റ്റേറ്റിലാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്തെങ്കിലും Nginx അതിൻ്റെ മുന്നേ എന്ത് നോക്കാം. ഞാനിപ്പോൾ Nginx ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് ഞാൻ ആ ഒരു സെർവറിൻ്റെ IP കോൾ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം, Nginx കിട്ടണം. ഓക്കെ, നമുക്കിവിടെ Nginx കിട്ടുന്നുണ്ട് അല്ലേ. അതായത് ഞാനൊരു വെബ് സെർവറാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇത് ആ ഒരു വെബ് സെർവറിൻ്റെ എന്താണ്, ഡിഫോൾട്ട് പേജാണ്. അപ്പോൾ വെബ് സെർവർ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് സെർവറാണ് Nginx. അതായത് നമ്മളുടെ വെബ് കണ്ടൻറ്റുകൾ നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെർവർ, ഏറ്റവും ചെറിയ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ ഇത് എൻജിനിക്സിൻ്റെ ബൈ ഡിഫോൾട്ട് പേജാണ്. അതായത് നമ്മൾ എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുക. അതായത് ഞാൻ ഈ ഒരു വെബ് സെർവറിൽ ഇപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള യാതൊരു കണ്ടൻറ്റും ഞാൻ സെർവ് ചെയ്തിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലാണ്ട് ഒരു വെബ് ആപ്ലിക്കേഷനോ ഒരു സ്റ്റാറ്റിക് ഫയലോ ഞാൻ വെബ് സെർവറിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുപോയി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും. റൈറ്റ്. എന്താ ചെയ്യുക, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുന്നിടാം. HTML ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് വല്ലതും നമുക്ക് കിട്ടാം. ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണേ അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, LS അടിച്ച് കഴിഞ്ഞാൽ ഒരു സിപ്പ് ഫയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫിനെക്സോ എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ആദ്യം അത് അൺസിപ്പ് ചെയ്യണം. അപ്പോൾ അൺസിപ്പ് ചെയ്യാൻ അൺസിപ്പ് കമാൻഡ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾക്ക് അതിൻ്റെ യൂട്ടിലിറ്റീസ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കില്ല. അതുകൊണ്ട് അൺസിപ്പ് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ ആദ്യം അൺസിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ അൺസിപ്പ് അടിച്ചു. ഓക്കെ, എന്തായിരുന്നു പേര്, നമ്മളത് അൺസിപ്പ് ചെയ്തു. അൺസിപ്പ് ചെയ്തപ്പോൾ ഫിനെക്സോ HTML എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡയറക്ടറിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കതിലുള്ള കണ്ടൻറ്റുകൾ കാണാം അല്ലേ. ഫോൺസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ട്, ഇമേജസ് എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട്, ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഡയറക്ടർ ഉണ്ട്, അതുപോലെ index.html അതിൻ്റെ ഒരു HTML പേജ് ഉണ്ട്, സർവീസ് ഡോട്ട് കുറച്ച് HTML ഫയലുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു പാത്തിലോട്ട് കൊണ്ടിടാം. അതായത് എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ട്, അതായത് ഒരു വെബ് സെർവറിൽ നമ്മൾ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് റൂട്ട് ഉണ്ടായിരിക്കും. ആ ഡോക്യുമെൻറ്റ് റൂട്ടിൽ നമ്മൾ എന്ത് കൊണ്ടിടുന്നോ അതാണ് നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഫിനെക്സോ HTML അല്ലേ, ഫിനെക്സോ HTMLൻ്റെ അകത്തുള്ള മുഴുവൻ കണ്ടൻറ്റ് നമുക്ക് എവിടെ എത്തിക്കണം, var www.html. ഇതാണ് var www.html എന്ന് പറയുന്നതാണ് എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ട്. ഓക്കെ, അപ്പോൾ ഇനി cd/var www.html പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാണാം, നമ്മളുടെ ഫിനെക്സോ HTMLൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഇത് HTMLൻ്റെ ബൈ ഡിഫോൾട്ട് പേജാണ്, അത് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ മറന്നതാണ്. ഇൻഡെക്സ് ഡോട്ട് ഞാൻ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ എൻജിനിക്സിൻ്റെ അകത്തുണ്ടായിരുന്ന ഡിഫോൾട്ടായിട്ടുള്ള അവർ നമുക്ക് സെർവ് ചെയ്തിരുന്ന ആ ഒരു ഇൻഡെക്സ് ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു അല്ലേ. അത് നമ്മൾക്ക് ഈ കിട്ടിയിരുന്ന ഈ ഒരു ഡിഫോൾട്ട് പേജ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ ഒരു ടെംപ്ലേറ്റിൻ്റെ സിപ്പ് ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത അതിലുള്ള മുഴുവൻ കണ്ടൻറ്റും, അതിലുള്ള CSS, ഫോൺസ്, ഇമേജ്, ഇൻഡെക്സ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം കാണാം, കണ്ടോ, അതെല്ലാം നമ്മൾ ഇവിടെ എത്തിച്ച്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആയത്, നമ്മൾ നേരത്തെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഒരു വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എബൌട്ടിൽ ക്ലിക്ക് ചെയ്താൽ എബൌട്ടിൽ വരുന്നുണ്ട്, സർവീസസിൽ പോയി കഴിഞ്ഞാൽ സർവീസസ് അവൈലബിൾ ആണ്. ഉണ്ടോ, ഓരോ HTML-ലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജസൊക്കെ റീഡയറക്റ്റ് ആവുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ഒരു മെഷീനെ സംബന്ധിച്ച് നമ്മൾ EC2 പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു, മെറ്റാഡാറ്റ അല്ലേ, മെറ്റാഡാറ്റ അതുപോലെ യൂസർ ഡാറ്റ. അപ്പോൾ യൂസർ ഡാറ്റ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മളൊരു മെഷീന് സ്പിന്നപ്പ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഡാറ്റ ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മളുടെ മെഷീൻ്റെ യൂസർ ഡാറ്റ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ, എന്തെങ്കിലും ഓട്ടോമേഷൻ എന്തെങ്കിലും സംഭവിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസർ ഡാറ്റ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂസർ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഞാൻ നമ്മളുടെ മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്, മാനുവലായിട്ടാണ് അല്ലേ. അതായത് ഞാൻ എന്ത് ചെയ്തു, ഈ മെഷീനിൽ കയറി ഒരു ആപ്റ്റ് അപ്ഡേറ്റ് അടിച്ചു, എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു HTML ഒരു സിപ്പ് ഫയൽ ഞാൻ W8 അടിച്ച് ഞാൻ നമ്മുടെ സെർവറിലോട്ട് എത്തിച്ചു. എന്നിട്ട് ഞാനത് അൺസിപ്പ് ചെയ്തു അല്ല. അൺസിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, അൺസിപ്പ് യൂട്ടിലിറ്റി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അൺസിപ്പ് ചെയ്തു. എന്നിട്ട് ആ അൺസിപ്പ് ചെയ്ത കണ്ടൻറ്റ് മുഴുവനും ഞാൻ എങ്ങോട്ട് എത്തിച്ചു, എൻജിനിക്സിൻ്റെ ഡോക്യുമെൻ്റ് റൂട്ടിലോട്ട് എത്തിച്ചു അല്ലേ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിഫോൾട്ട് എൻജിനിക്സിൻ്റെ HTML പേജ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ നമ്മളുടെ IP കോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടും. ഓക്കെ, നമ്മളുടെ സെർവറിൻ്റെ പബ്ലിക് IP കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓക്കെ നമുക്ക് കിട്ടുന്നുണ്ട് റൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഇത് നോട്ട് സെക്യൂർ ആണ്, അതായത് HTTPS പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടല്ല ഇപ്പോൾ റൺ ആവുന്നത്. അപ്പോൾ ഇത് 80 പോർട്ടിലൂടെ ആയിരിക്കും അല്ലേ. അതും നമുക്ക് വേണമെന്നുണ്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 80 പോർട്ടിലൂടെ അയക്കാറോ. അപ്പോൾ 80 പോർട്ടിൽ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇൻബൗണ്ട് റൂൾസിൽ HTTP 80 പോർട്ടിലൂടെയാണ് നമ്മൾക്കിപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ, ഈ കാണുന്ന വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അതായത് HTTP പ്രോട്ടോക്കോളാണ് റൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് HTTP ഈ ഒരു റൂൾ ഞാൻ ഡിലീറ്റ് ചെയ്തു, ഞാൻ സേവ് ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുമോ, മേ ബി ഇതിലുള്ള ക്യാഷ് കാരണമാവാം. ജസ്റ്റ് നമുക്ക് ക്യാഷ് കളയാം. കണ്ടോ, സ്റ്റിൽ ലോഡിങ് ആണ്. ഇപ്പോൾ ഇതിലുള്ള ക്യാഷ് എന്ന് എടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഗ്നിറ്റോലോ വല്ലോ. കണ്ടോ, ലോഡിങ് ആണ്. അതായത് ഇതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും കണക്ഷനോ എന്തെങ്കിലും ഇഷ്യൂ, ഒരു എറർ മെസ്സേജോ 404 എന്തെങ്കിലും വരും. 404 അല്ല, നമ്മൾക്ക് എന്ത് ചെയ്യും, അത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, അതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടോ, ദി സൈറ്റ് കാൺ ബി റീച്ച്ഡ്. അപ്പോൾ എന്താണ്, നമ്മൾ 80 പോർട്ട്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യേണ്ട 80 പോർട്ട് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ക്ലോസ് ചെയ്തു അല്ലേ, ഡിസേബിൾ ചെയ്തു. അതുകൊണ്ടാണ് ബാക്ക് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ആ 80 പോർട്ട് വീണ്ടും എനേബിൾ ചെയ്യാം. HTTP HTTP 80 പോർട്ട്. ഇനി സെയിം കോഗ്നിറ്റോയിൽ പോയി കഴിഞ്ഞ് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആപ്ലിക്കേഷൻ ആക്സസിബിൾ ആണ് അല്ലേ. ഈ രീതിയിലും നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു വെബ് ആപ്ലിക്കേഷൻ എൻജിനിക്സിൽ ഹോസ്റ്റ് ചെയ്തു. ബട്ട് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്താണ്, നമ്മൾ മാനുവലി കമാൻഡ് അടിച്ചിട്ടാണ് ചെയ്തതല്ല നമ്മളുടെ ഈ ഒരു സെർവറിൽ. ഓക്കെ, ഈ സെർവറിൻ്റെ പ്രൈവറ്റ് IP ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ഒരു ചെയ്ത സെയിം കാര്യം ഞാനൊരു പുതിയ സെർവറിൽ ഓട്ടോമേറ്റ് ചെയ്യാണ്. അതായത് പുതിയൊരു സെർവർ അപ്പായി വരുമ്പോൾ തന്നെ എനിക്ക് എന്ത് അവൈലബിൾ ആയിരിക്കണം, ആ സെർവറിൻ്റെ അകത്ത് ഒരു എൻജിനിക്സും വേണം, അതുപോലെ നമ്മളുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷനും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയും,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസർ ഡാറ്റ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഈ ഒരു ടൈമിൽ. അതായത് പുതിയ ഒരു മെഷീൻ നമ്മൾ അപ്പാക്കുമ്പോൾ നമ്മൾ ആ യൂസർ ഡാറ്റയിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ഒരു എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ wget അടിച്ച് ആ സെർവറിൻ്റെ അകത്തോട്ട് ഈ ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവരണം. അത് അൺസിപ്പ് ചെയ്യണം. റൈറ്റ്, അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ടിലോട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് മുഴുവനും നമ്മൾക്ക് കോപ്പി ചെയ്യണം. റൈറ്റ്, അത്ര പോരാ. അത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആ ഒരു സ്പിന്നപ്പ് ചെയ്യുന്ന മെഷീൻ്റെ അകത്തും എന്തുണ്ടായിരിക്കും? നമ്മളുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. റൈറ്റ്, നമുക്കത് ജസ്റ്റ് ഒന്ന് ട്രൈ. ഇത് ടെസ്റ്റ് സെർവർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ പുതിയൊരു സെർവർ സ്പിന്നപ്പ് ചെയ്യാം. ജസ്റ്റ് ഡെമോ എന്ന് കൊടുക്കാം. ഉബുണ്ടു തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ടിയർ T2 മൈക്രോ മതി. കീപ്പെയർ ഒക്കെ സെയിം കീപ്പെയർ, സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. 8 GB മതി വോളിയം. അത്ര കാര്യങ്ങൾ മതി. ഓക്കെ, ഇനി അഡ്വാൻസ്ഡിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എന്ത് കാണാം? ഷട്ട് ഡൗൺ, സ്റ്റോപ്പ്, ഹൈബർനേറ്റ് ബിഹേവിയർ ഒക്കെ ഇവിടെ ഉണ്ട്. അഡ്വാൻസ്ഡിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ബിഹേവിയർ ഉണ്ട്. ഓക്കെ, അതുപോലെ ഹൈബർനേറ്റ് ബിഹേവിയർ, ടെർമിനേഷൻ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ടെർമിനേഷൻ പ്രൊട്ടക്ഷനൊക്കെ ഇപ്പോൾ ഒന്നും നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ വൺസ് ഞാനിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ EC2 മെഷീൻ ഒന്നും ടെർമിനേറ്റ് ആവത്തില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ യൂസർ ഡാറ്റ ഇവിടെ കാണാം അല്ലേ? അപ്പോൾ യൂസർ ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാഷിൽ എഴുതുമ്പോൾ ഷബാങ് ഫസ്റ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു കോംബോ ഉണ്ടല്ലോ, ഈ രണ്ട് കോംബോനാണ് ഷബാങ് എന്ന് പറയാറ്. ഓക്കെ, /bin bash. ഇനി ഇതിന് താഴെ നമുക്ക് 1 by 1 ആയിട്ട് നമ്മൾക്ക് എന്താണോ വേണ്ടത്, ഓക്കെ, അതായത് ഈ സ്പിന്നപ്പ് ചെയ്ത് വരുന്ന മെഷീനിൽ നമ്മൾക്ക് എന്ത് കാര്യം ഓട്ടോമേറ്റ് ചെയ്യണം അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നോർമലി ഒരു സെർവറിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ എന്താ കൊടുക്കാറ്? ആപ്റ്റ് അപ്ഡേറ്റ് അല്ലേ? ആപ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമുക്കൊരു എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻജിനിക്സ് -y. ഈ -y കൊടുക്കുന്നത് എൻജിനിക്സ് ഈ -y കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻജിനിക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുമ്പോൾ നമ്മളൊരു യെസ് ഓർ നോ പ്രോംപ്റ്റ് ചോദിക്കും. അതായത് നിങ്ങൾക്ക് എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടത്. അപ്പോൾ ആ പ്രോംപ്റ്റിൻ്റെ അവിടെ സ്റ്റക്കായി പോകാതിരിക്കാൻ ആണ് ഓട്ടോമാറ്റിക് യെസ് എടുക്കും -y കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ y കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളുടെ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻജിനിക്സ് y. അത് കഴിഞ്ഞിട്ട് നമുക്ക് wget ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് wget കോപ്പി ചെയ്തു ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അൺസിപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം അൺസിപ്പിൻ്റെ യൂട്ടിലിറ്റി ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്റ്റ് ഇൻസ്റ്റാൾ അൺസിപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അൺസിപ്പ് ചെയ്യണം അല്ല? ആ ഫയലിൻ്റെ പേര് എന്തായിരുന്നു? ഡയറക്ടറിയുടെ പേര് അൺസിപ്പ്. ഇതാണ് ഒരു ഡയറക്ടറിയുടെ പേര്. ഓക്കെ, അൺസിപ്പ് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ നമ്മുടെ ഓൾറെഡി നേരത്തെ ചെയ്ത സെർവറിൻ്റെ ഹിസ്റ്ററി എടുത്തതാണ്. അതാകുമ്പോൾ നമ്മൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതല്ല, നമ്മൾക്ക് കമാൻഡ് അറിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, നോ ഇഷ്യൂ. അപ്പോൾ അൺസിപ്പ് ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കോപ്പി ചെയ്യണം അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ആ അൺസിപ്പ് ചെയ്ത ഡയറക്ടറി അൺസിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡയറക്ടറി കിട്ടും. ആ ഡയറക്ടറിയിലെ മുഴുവൻ കണ്ടൻറ്റും, അതായത് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ HTML ഫയലും ഇമേജസും ജാവാസ്ക്രിപ്റ്റും മുഴുവനും നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടു? കോപ്പി ചെയ്തു. www.html എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടു. നെക്സ്റ്റ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്താ ചെയ്തത്? റിമൂവ് ചെയ്തു അല്ലേ ഈ ഫയൽ? സെയിം ഫയൽ ആ സെർവറിലും ക്രിയേറ്റ് ആവും നമ്മളൊരു എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. വേറെ നമ്മൾ എന്തിനും എക്സ്ട്രാ കൊടുത്തോ? ഇല്ല അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ യൂസർ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു? റെഡി ആക്കിയിട്ടുണ്ട്.
ഇതുപോലെ ഞാൻ പറഞ്ഞിരുന്നത് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതായത് നമ്മളുടെ സെർവറിൻ്റെ ഡീറ്റെയിൽസുകൾ, ഒരു മെറ്റാ ഇൻഫോ, ഓക്കെ, അതെല്ലാം നമ്മൾക്ക് കൺസോളിലും അവൈലബിളാണ്. ഓൾറെഡി നമ്മൾക്ക് എവിടെ അവൈലബിൾ ആണ്? അത് കൺസോളിൽ അവൈലബിൾ ആണ്. നമുക്കത് CLI നിന്നും ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, CLI വഴിയും നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് മെറ്റാഡാറ്റ CLI വഴി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മെറ്റാഡാറ്റ ഉണ്ടായിരിക്കും. കണ്ടോ, മെറ്റാഡാറ്റ ആക്സസിബിൾ ആണ്, എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെറ്റാഡാറ്റ വേർഷൻ ഉണ്ട്. അപ്പോൾ മെറ്റാഡാറ്റയിൽ V1 ആൻഡ് V2 ഉണ്ട്, V2 ഓൺലി ഉണ്ട്. V2 ഓൺലി ആണ് ഇപ്പോൾ നമ്മളുടെ AWS റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ V1 എടുത്തു കഴിഞ്ഞാൽ അവർ പറയും EC2 റെക്കമെൻഡ്സ് യൂസിങ് മെറ്റാഡാറ്റ വേർഷൻ 2. അതായത് കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതൽ V2-നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് V2 സെലക്ട് ചെയ്തു. ബട്ട് V2-ന് എന്ത് റെക്കോർഡാണ്? ടോക്കൺ റെക്കോർഡാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ അത് എനേബിൾ ചെയ്തിടുന്നതേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാഡാറ്റ, ഒരു സെർവറിൻ്റെ മെറ്റാഡാറ്റ CLI വഴി അവൈലബിൾ ആവണം, നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യണം? മെറ്റാഡാറ്റ എനേബിൾഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ അതിൻ്റെ വേർഷനും നോക്കണം. ഓക്കെ, മേ ബി കുറേ കാലം കഴിയുമ്പോൾ ഈ V1 എന്നുള്ളത് പയ്യെ ഡിപ്രിക്കേറ്റഡ് ആയിട്ട് AWS ഇതിൽ നിന്ന് എടുത്ത് കളയും. പിന്നെ V2 മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ആദ്യം ഒരുപാട് മുന്നേ V1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് വന്ന സംഭവമാണ് V2. ആ V2-ന് ടോക്കണും റിക്വയർഡാണ്. ഓക്കെ, V1-ന് ടോക്കൺ ഓപ്ഷണലാണ്, ടോക്കൻ്റെ ആവശ്യമില്ല. നമുക്ക് ടോക്കൺ ഉള്ളത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസർ ഡാറ്റയും മെറ്റാഡാറ്റ കിട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മെറ്റാഡാറ്റ നമുക്ക് കൺസോളിലും അവൈലബിൾ ആണ്. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു സെർവറിനെ കുറിച്ച്, ആ സെർവറിൻ്റെ IP, അതുപോലെ ഇപ്പോൾ ഞാനിതാ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള സെർവറിൻ്റെ മെറ്റാഡാറ്റ നമുക്കിവിടെ കാണാം. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മെറ്റാഡാറ്റ. അപ്പോൾ ഇത് നമ്മൾക്ക് എവിടെയാണ് കാണുന്നത്? കൺസോളിലാണ് അല്ലേ? ഇത് നമ്മൾക്ക് CLI-ലും അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെറ്റാഡാറ്റയ്ക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യൂസർ ഡാറ്റ സക്സസ്ഫുൾ ആണോ അല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതിയ കമാൻഡോ കാര്യങ്ങളോ റോങ് ആണ്, ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ഡാറ്റ കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആവും. ഓക്കെ, നമുക്കൊന്നും ഇതിൽ എഴുതി കൊടുത്ത ഒരു കാര്യങ്ങളും അതിലുണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണ്? ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന സ്പിന്നപ്പ് ചെയ്ത് വരുന്ന മെഷീനിൽ എന്തുണ്ടായിരിക്കണം? ഇതുപോലെ നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാനുവലി കമാൻഡ് അടിക്കുകയല്ല ടെർമിനലിൽ പോയിട്ട്, നമ്മളിത് ഓട്ടോമേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ എനിക്കൊരു 10 EC2 മെഷീനിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 10 എന്ന് കൊടുത്താൽ മതി. സിമ്പിളാണ് അല്ലേ? അതല്ല, ഇത് എൻ്റെ കയ്യിൽ, ഈ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ മെഷീനിൽ വേണം അതിൻ്റെ യൂസർ ഡാറ്റയിലൊക്കെ എനിക്കത് കൊടുക്കുന്നതും പോസിബിളാണ്. ഞാൻ ജസ്റ്റ് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു. ഇൻസ്റ്റൻസസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡെമോ നല്ല പേര് കൊടുത്തിന്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഡെമോ എന്നുള്ളത് ഇപ്പോൾ പെൻഡിങ് സ്റ്റേറ്റിലാണല്ലേ? അപ്പോൾ ഈ EC2 മെഷീന് റണ്ണിങ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ അകത്ത് നമ്മളുടെ യൂസർ ഡാറ്റ എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ കൊടുത്ത യൂസർ ഡാറ്റ സ്ക്രിപ്റ്റ് സക്സസ്ഫുൾ ആണ്, എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ് ആപ്ലിക്കേഷന് ഈ ഒരു എന്താ പറയുക IP-യിൽ കിട്ടും. നമുക്കത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. റണ്ണിങ് ആയിട്ടുണ്ട്, ബട്ട് അതിൻ്റെ ഇനീഷ്യലൈസിങ് ആണ്. സ്റ്റാറ്റസ് ചെക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെർവറിൻ്റെ IP 214 ആണ് എൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് .7 എന്ന് പറയുന്ന IP ആണ്. ഓക്കെ, അതായത് നമ്മളുടെ പുതിയ മെഷീൻ്റെ IP. അതായത് എക്സിക്യൂഷൻ മേ ബി അവിടെ നടക്കുന്നുണ്ടായിരിക്കുള്ളൂ, ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒക്കെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടോ, ഇപ്പോൾ Nginx അവിടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. യൂസർ ഡാറ്റയിൽ നമ്മൾ എഴുതിയ Nginx ഇൻസ്റ്റാൾ ആയിട്ട്, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. നെക്സ്റ്റ് അവിടെ എന്തായിരിക്കും പരിപാടി നടക്കുന്നുണ്ട് കണ്ടോ, നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയി. ഇതൊരു ചെറിയ ഒരു എന്താ പറയുക HTML പേജ് ആയതുകൊണ്ടാണ് നമ്മൾ വലിയ യൂസർ ഡാറ്റ ഒക്കെ എഴുതുമ്പോൾ മേ ബി കുറച്ച് ടൈം എടുക്കാം, നല്ല രീതിയിൽ കുറച്ച് ടൈം എടുക്കും. അതായത് എക്സിക്യൂഷൻ ഫുള്ള് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്.
ഓക്കെ, നമ്മുടെ സെർവറിൻ്റെ പെർഫോമൻസ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ യൂസർ ഡാറ്റ എന്തായിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2 മെഷീനിലും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അവൈലബിളാണ്. ഒരെണ്ണത്തിൽ നമ്മൾ മാനുവലി ചെയ്തതാണ്, ഇതിൽ നമ്മൾ എന്ത് ചെയ്തതാണ്, യൂസർ ഡാറ്റ ഉപയോഗിച്ച് ഓട്ടോമേഷൻ നടത്തിയതാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർ ഡാറ്റ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, മേ ബി ഇപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളറിയാം, പുതിയ ഒരു സെർവറിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കും, ആപ്റ്റ് അപ്ഗ്രേഡ് അടിക്കും. ഓക്കെ, അപ്പോൾ ഇത് അടിക്കേണ്ട മടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസർ ഡാറ്റയിൽ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടേ നമുക്ക് ആ സെർവർ കയ്യിൽ കിട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ ഈ ഒരു ഡെമോ എന്ന് പറയുന്ന സെർവറിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാനുവലി കമാൻഡുകൾ അടിച്ചിട്ട് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാതും നമ്മൾ എന്ത് ചെയ്തു, യൂസർ ഡാറ്റയിൽ പറഞ്ഞു കൊടുത്തിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസർ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് മെറ്റാ ഡാറ്റ. നമ്മൾ ഓൾറെഡി മെറ്റാ ഡാറ്റ എനേബിൾ ചെയ്തതാണോ അല്ല എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള SSH ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെർവറിൽ തന്നെ നമുക്ക് മെറ്റാ ഡാറ്റ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മെറ്റാ ഡാറ്റ ഒക്കെ നമ്മൾ ആ മെറ്റാ ഡാറ്റ സെറ്റ് ചെയ്യുമ്പോൾ ടോക്കൺ റിക്വയർഡ് ആണെന്ന് കാണിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊരു ടോക്കൺ ആദ്യം ജനറേറ്റ് ചെയ്യണം. AWSൻ്റെ അടുത്ത് നമ്മളൊരു ടോക്കൺ, അതായത് ഒരു സെക്യൂരിറ്റി ടോക്കൺ, ഈ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മെറ്റാ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാദ്യം ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, കളർ ഈക്വൽ ടു റെഡ്, ജസ്റ്റ് എക്കോ ഡോളർ കളർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റെഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് വേരിയബിളും അതിനെങ്ങനെ ഒരു വാല്യൂ കൊടുക്കാമെന്ന് ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഇവിടെ കളർ എന്നുള്ളത് എന്താണ്, ഒരു വേരിയബിളാണ്. ഓക്കെ, അതിന് ഈക്വൽ എന്നുള്ളൊരു സൈൻ ഇട്ടു, ഞാൻ അതിന് എന്ത് ചെയ്തു, ഒരു വാല്യൂ കൊടുത്തു. റെഡ് എന്നുള്ളത് എന്താണ്, വാല്യൂ ആണ്. ജസ്റ്റ് ഞാൻ ഈ എന്താ പറയുക, വേരിയബിളും അതിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിളും അതിനെങ്ങനെ വാല്യൂ കൊടുക്കുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചതാണ്. നമുക്ക് ഈ എക്കോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്ത് കാണാൻ കഴിയും. ഞാനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ കൊടുക്കുകയാണ്, കളർ ഈക്വൽ വൈറ്റ്. എക്കോ കളർ കൊടുത്താൽ എനിക്കിവിടെ വൈറ്റ് കിട്ടും. അങ്ങനെ എനിക്ക് എന്തും കൊടുക്കാം. ജസ്റ്റ് ഞാൻ വാല്യൂ ഈക്വൽ 10 എന്ന് കൊടുത്ത് എക്കോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റ് വേരിയബിളും അതിന് വാല്യൂയും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടോക്കണിന് തന്നെ ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു കമാൻഡ് ഇവിടെ അടിക്കാം. ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യണത്. ഫസ്റ്റ് കാണുന്നത് ഞാൻ ചുമ്മാ ഇട്ടിട്ടുള്ള ഒരു വേരിയബിൾ നെയിമാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പേരും കൊടുക്കാം. ഓക്കെ, നോ ഇഷ്യൂ. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നുണ്ടല്ലോ http://169.254.169.254 ഇതാണ് എന്ത് പറയുക, നമ്മൾ മെറ്റാ ഡാറ്റ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർവറിൻ്റെ IP. ഓക്കെ, ഇത് AWSൻ്റെ ഒരു എന്താ പറയുക, ഈ മെറ്റാ ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർവറാണ്. അത് മേ ബി ഏതെങ്കിലും ഒരു API സെർവർ ആവാം, എന്തോ സെർവർ ആവാം. അത് ഏത് OSൽ നിന്നും ഏത് സെർവറിൽ നിന്നും നമ്മൾ സ്പിന്നപ്പ് ചെയ്യുന്ന എന്ത് ഇൻസ്റ്റൻസ് ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റൻസിൽ നിന്നും നമ്മൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെയിം IP അഡ്രസ്സാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ OS ഉബുണ്ടു ആണ്, ഞാനൊരു സെൻറ്റോസോ റെഡ് ഹാറ്റോ അല്ലാണ്ട് വേറെ ആമസോൺ ലിനക്സോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ EC2 മെഷീനിൽ കയറിയിട്ടും ഞാൻ ഉപയോഗിക്കേണ്ട IP ഏതാണ്, സെയിം IP ആണ്. അപ്പോൾ ഈ ഒരു IP ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 169.254.169.254. ഓക്കെ, പിന്നെ വരുന്നത് അതിൻ്റെ പാത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ APIയിൽ പോയിട്ടൊരു ടോക്കൺ നമ്മൾക്ക് വേണം. അപ്പോൾ ഈ സെയിം ഈ പാത്ത് തന്നെ ആയിരിക്കണേ /latest/API/token. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ അതെന്ത് ചെയ്യണത്, കേൾ ചെയ്തെടുക്കുകയാണ്. /x പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാല്യൂ HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുട്ട് മെത്തേഡ് ഉണ്ട്, അതുപോലെ സെറ്റ് മെത്തേഡ് ഉണ്ട്, ഗെറ്റ് മെത്തേഡ് ഉണ്ട്. അങ്ങനെ HTTP പ്രോട്ടോക്കോളിൽ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. ഇതിലുള്ളൊരു മെത്തേഡാണ് എന്ത്, പുട്ട്. പുട്ട് നമ്മൾ ഈ ഒരു പുട്ട് മെത്തേഡ് HTTP നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ അവിടുന്ന് ഇങ്ങോട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്.
എന്ത് വാല്യൂ നമ്മൾ എടുക്കുന്നത്? മെറ്റാഡാറ്റ സെർവറിൽ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന പാത്തിൽ പോയി APIയിലെ ടോക്കണാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ഹെഡർ -h എന്ന് പറഞ്ഞത് ഹെഡറിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഹെഡറും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, AWS EC2 മെറ്റാഡാറ്റ ടോക്കൺ -TTL സെക്കൻഡ്. അതായത് ഈ മെറ്റാഡാറ്റ ടോക്കൺ എത്ര ടൈം വാലിഡിറ്റി വേണമെന്നാണ്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ്സിലാണ്. അതായത് മേ ബി ഒരു 6 hours എങ്ങാണ്ടും കാണണം. ഓക്കെ, അപ്പോൾ ഒരു 6 മണിക്കൂറിന് നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ടോക്കണിന് വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയർ ആയി പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് ഇവിടെ ടോക്കൺ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ടോക്കൺ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? അതിനാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ ആ ടോക്കണെ ഞാനൊരു വേരിയബിളിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഞാനിവിടെ എക്കോ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് എന്ത് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ടോക്കൺ. ഓക്കെ, ഈ സീക്രട്ട് ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മെറ്റാഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മെറ്റാഡാറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞ്, ഒരു സെർവറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാവിധ എന്താ പറയുക ഒരു ഇൻഫോ, മെറ്റാ ഇൻഫോ നമുക്ക് കൺസോളിൽ അവൈലബിൾ ആണ്. ബട്ട് ചില ടൈമിൽ നമുക്കത് CLIയിൽ ആക്സസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഡെവലപ്പേഴ്സിന് എന്തെങ്കിലും കാര്യമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മേ ബി നമ്മുടെ സെർവറിൻ്റെ എന്താ പറയുക ഒരു ഇൻസ്റ്റൻസ് ID, അതാണ് AMI ID, ഇതൊക്കെ മേ ബി നമുക്ക് പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളത് CLI വഴി നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മെറ്റാഡാറ്റ നമുക്ക് കാണണം അല്ലേ? ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തു. ഞാൻ ഈ കമാൻഡ് കൊടുത്തു. അതായത് കേൾ ചെയ്യാണ്, നമ്മൾ കേൾ ചെയ്യുന്നുണ്ട്. കേൾ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡറും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. മെറ്റാഡാറ്റ ടോക്കൺ എന്നുള്ള ഒരു ഹെഡർ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ എന്ത് വേരിയബിളിലോട്ടാണോ അല്ല ഏത് വേരിയബിളിലോട്ടാണോ ഞാൻ ആ ടോക്കണിനെ സ്റ്റോർ ചെയ്ത് വെച്ചത്, നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചത്? ടോക്കൺ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണല്ലേ. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്ത് പെർബോസ് കൊടുത്തു, -v കൊടുത്തു. അത് കഴിഞ്ഞിട്ട് HTTP ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻസ്റ്റൻസ് ID കൊടുക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഞാൻ കൊടുക്കേണ്ട പാത്ത്. നേരത്തെ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ എന്താ കൊടുത്ത്? ലേറ്റസ്റ്റിൽ APIയിൽ ടോക്കൺ എന്ന് പറയുന്ന പാത്തായിരുന്നു. മെറ്റാഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്താണ് കൊടുക്കുന്നത്. ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് മെറ്റാഡാറ്റ. ഓക്കെ, ട്രൈങ് ഇവിടെ കുറച്ച് കണക്ട് ടു ആ ഒരു സെർവറിലോട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗെറ്റ്, നമുക്കിവിടെ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഇതൊക്കെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റാഡാറ്റയിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്? AMI ID നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എനിക്കിപ്പോൾ AMI ID വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് കോപ്പി ചെയ്തു. ഇത് നമ്മളുടെ നേരത്തെ നമ്മൾ മെറ്റാഡാറ്റ ആ ഒരു പാത്ത്, ഞാൻ അതിൻ്റെ എൻഡിൽ എന്ത് കൊടുത്തു? മെറ്റാഡാറ്റ /AMI ID. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ താഴെ കണ്ടോ, ഇതാണ് നമ്മളുടെ മെഷീൻ്റെ AMI ID. ഓക്കെ, ഇതെനിക്ക് എവിടെ അവൈലബിൾ ആണ്? കൺസോൾ പോയാലും കാണാം. ഓക്കെ, AMI ID കാണാം. 055 ആണ് എൻഡിങ് AMI. ഇനി അതല്ല AMI ID ഒഴിവാക്കിയിട്ട് മെറ്റാഡാറ്റയിൽ എനിക്ക് ഇൻസ്റ്റൻസിൻ്റെ ID വേണം. ഓക്കെ, ഞാൻ ഇൻസ്റ്റൻസ് ID കോപ്പി ചെയ്തു. മെറ്റാഡാറ്റ /ഇൻസ്റ്റൻസ് ID. ഓക്കെ, എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ അതായത് ഈ ഇരിക്കുന്ന ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻസിൻ്റെ ഇൻസ്റ്റൻസ് ID ആണ്. ഇതല്ല കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? CLI ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മെറ്റാഡാറ്റകൾ നമ്മളുടെ ടെർമിനൽ വഴിയും എനിക്ക് ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റാഡാറ്റ. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. യൂസർ ഡാറ്റ മനസ്സിലാക്കി വെക്കുക. യൂസർ ഡാറ്റ എന്താ പറയുക, നമുക്ക് പല കാര്യങ്ങൾക്കും ഇനി മൂവിങ് ഫോർവേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് യൂസർ ഡാറ്റ. ഓക്കെ, മെറ്റാഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ IP കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇലാസ്റ്റിക് IP കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതേപോലെ ഓട്ടോ സ്കെയിലിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെറ്റാഡാറ്റയും അതുപോലെ യൂസർ ഡാറ്റയും കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ നോക്കി? ബേസിക് ആയിട്ടുള്ള EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ, ഓക്കെ, ജനറൽ പർപ്പസ്, അതുപോലെ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, GPU ഒപ്റ്റിമൈസ്ഡ്, പിന്നെ സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അതിൻ്റെ കൂടെ നമ്മൾ യൂസർ ഡാറ്റ, റൈറ്റ്, മെറ്റാ ഡാറ്റ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയല്ലേ. മെറ്റാ ഡാറ്റ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു വെബ് ആപ്ലിക്കേഷൻ, നമ്മൾ ജസ്റ്റ് ഒരു എൻജിനിക്സിൽ ഹോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ.